എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടതൊന്ന് ഫത്തൂർ. അറബികൾക്കിടയിൽ ഫത്തൂർ എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം. പിന്നെ മനുഷ്യൻ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതാണ്? അശാ. രണ്ട് ഭക്ഷണം മനുഷ്യന്റെ ആരോഗ്യത്തെ തീരുമാനിക്കുന്ന ഭക്ഷണമാണ്. രണ്ട് ഭക്ഷണം. കുലൂ, നീ ഭക്ഷണം കഴിക്കണം. ഖുർആന്റെ പ്രയോഗം. രണ്ട് നേരത്തെ ഭക്ഷണം. ഒന്ന് ഫത്തൂർ, പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണമാണ്. രാവിലെ കഴിക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ്. പറ്റുമെങ്കിൽ 8 മണിക്ക് മുമ്പാണ് കഴിക്കേണ്ടത്. സൗകര്യമുണ്ടെങ്കിൽ അത് മസ്തിഷ്കത്തിനും ഹൃദയത്തിനും ഗുണമായി തീരണമെങ്കിൽ 8 മണിക്ക് മുമ്പ് കഴിക്കണം. ഗൾഫ് സഹോദരന്മാർ പലരും രോഗികളാവുന്നത് അവർക്ക് പ്രഭാത ഭക്ഷണം കുറവാ. രാവിലെ ഭക്ഷണമില്ല. ചില ആളുകൾ കടയിൽ പോകുമ്പോൾ സാൻഡ്വിച്ചും അസീറും കുടിച്ചില്ലെങ്കിൽ ഇല്ല. ഉച്ചക്കത്തെ ഊണുണ്ട്, രാത്രിക്കത്തെ കുബൂസും ഉണ്ട്. ഗൾഫ് സഹോദരന്മാരോട് ചോദിക്ക്. ഇപ്പൊ പിന്നെ മലയാളി ഹോട്ടലുകളും അല്ലെ ടീ ഷോപ്പുകളൊക്കെ വന്നതുകൊണ്ട് ചില ആളെങ്കിലും ഇടയിൽ പോയി ദോശ പുട്ടൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ നഗരത്തിലും അങ്ങനെ കിട്ടുന്നുണ്ട്. എന്റെ ഗൾഫുകാരായ സഹോദരന്മാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കുടുംബത്തെ ഓർമ്മിക്കരുത്. ആ ഒരു റിയാൾ ബാക്കി വെച്ച് പേർക്ക് കൊടുത്തേക്കട്ടെ. നിങ്ങൾ തിന്നാ തടി നന്നാക്കുക, ബാക്കിയുണ്ട് പേർക്ക് കൊടുത്തേക്കുക. കാരണം സൂക്കടായി വന്നാൽ നിങ്ങൾ ഈ കുടുംബം നോക്കൂലട്ടാ. അങ്ങനെ ഉള്ളത് പറയാ. സൂക്കേടായി പണിയെടുക്കാൻ കഴിയാതെ ഗൾഫിൽ പോകാൻ കഴിയാതെ നിങ്ങളൊന്ന് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്ക്. ശബ്ദം കേൾക്കാൻ തുടങ്ങും, ഒച്ചപ്പാട് കേൾക്കാൻ തുടങ്ങും, പഴയ പിരിശലും കുറയും. ഉള്ളത് പറയാണ്. പലരും വന്ന് പറഞ്ഞ സങ്കടം തുറന്നു പറയാണ്. ഇത് പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തലൊന്നല്ല, ഇത് പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നൊന്നല്ല. അതുകൊണ്ട് ഗൾഫിൽ താമസിക്കുന്ന കാലത്ത് ആരോഗ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അവിടെ നല്ല നല്ല ഭക്ഷ്യവസ്തുക്കളുണ്ട്. ഒലീവ് അവിടെ കിട്ടും. രാവിലെ കഴിക്കാൻ നല്ല സാധനം ഒലീവിന്റെ കറുത്ത നിറമുള്ള ഒരു അല്ലേ ഒലീവ് കായ ഉണ്ടല്ലേ ബോട്ടിൽ വരുന്നത്. ആക്കി ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലുണ്ടാവും. ഇവനിങ്ങനെ നോക്കും, എടുത്തു കൊടുക്കുന്നല്ലാതെ ഇവൻ തിന്നൂല. പ്രഷറിന്റെ കംപ്ലൈന്റ് വരൂല, ഷുഗർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല, ശാരീരിക ക്ഷമത എപ്പോഴും നിലനിൽക്കും, നെർവസുകൾക്ക് തളർച്ച വരൂല. നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? നല്ല നല്ല ഭക്ഷ്യവസ്തുക്കൾ ഗൾഫിലുണ്ട്. ഒട്ടകത്തിന്റെ മാംസം അവിടെ കിട്ടും. വല്ലപ്പോഴും അത് വാങ്ങി കഴിക്കണം. ഗൾഫ് രാജ്യത്ത് ക്യാൻസർ എന്തുകൊണ്ടാ കുറവ് എന്നത് പഠിക്കാൻ, ഗൾഫ് രാജ്യത്ത് ക്യാൻസർ വരാൻ നല്ല സാധ്യതയുള്ള ഏരിയ ആയിട്ടും പലപ്പോഴും ഇന്ന് അറബ് സമൂഹവും ഗൾഫ് രാജ്യത്തും കഴിക്കുന്ന പല ഭക്ഷണങ്ങളും വ്യാപകമായി ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതായിട്ടും അറബികൾക്കിടയിൽ എന്തുകൊണ്ടാ ക്യാൻസർ കുറവ് എന്നതിനെ കുറിച്ച് പഠനം നടന്നു. അറബികൾക്കിടയിൽ എന്തുകൊണ്ടാ ക്യാൻസർ കുറവ്? അവര് ഇടയ്ക്കിടെ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കുന്നവരും ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവരുമാണ്. അപ്പൊ ഗൾഫിലേക്ക് സഹോദരിമാര് ഫോൺ വിളിക്കുമ്പോ മക്കൾക്ക്, സഹോദരന്മാർക്ക്, ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഒട്ടകത്തിന്റെ മാംസം 40 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ തീരെ സാധ്യത കുറവാ. ഒട്ടകത്തിന്റെ പാല് 45 ദിവസത്തിൽ ഒരിക്കൽ കുടിക്കുന്നവർക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പൊ പ്രഭാത ഭക്ഷണം പലപ്പോഴും നമ്മുടെ ഗൾഫ് സഹോദരന്മാർ ഉപേക്ഷിക്കുന്നു പാടില്ല. പലപ്പോഴും അവരുടെ ജോലി തിരക്ക് കാരണവും അത് പ്രിപ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണവും പ്രയാസവും കാരണം പല ഗൾഫ് സഹോദരന്മാരും, പ്രത്യേകിച്ചും ബക്കാലകളിൽ, ഗ്രോസറികളിൽ, ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവർ, ബാച്ചിലേഴ്സായി താമസിക്കുന്ന, ഫാമിലി ഇല്ലാത്തവര്, ബാച്ചിലേഴ്സായി താമസിക്കുന്ന പല റൂമുകളിലെയും അവസ്ഥ പ്രഭാത ഭക്ഷണം അവർക്കില്ല. അവർ കുടുംബത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവരാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. വല്ലാതെ സങ്കടമല്ലേ അവരുടേത്. നമ്മൾ പ്രഭാതത്തിൽ 3-4 തവണ സ്നാക്സ് ആയിട്ടും ചെറുകടിയായിട്ടും പലഹാരമായിട്ടും പലതും കഴിക്കുന്നതിനിടയിൽ ഈ സഹോദരന്മാര് പലപ്പോഴും വല്ലതും കഴിച്ചെങ്കിലായി. അല്ലെങ്കിൽ അവരെ ഫുഡ് എന്താ, ഒരു സാൻഡ്വിച്ച്, ഒരു അസീർ കഴിഞ്ഞു. അതും കഴിക്കാത്തവരുണ്ട്. പാടില്ലെന്ന് വിളിച്ചു പറയണേ. ഏറ്റവും ചുരുങ്ങിയത് രാവിലത്തെ ഭക്ഷണത്തിൽ ശരീരത്തിന് ഏറ്റവും രാവിലത്തെ ഭക്ഷണത്തിൽ ഇഷ്ടമുള്ളത്, ഹൃദയത്തെയും തലച്ചോറിനെയും ഏറ്റവും ശക്തിപ്പെടുത്താൻ കഴിയുന്നത് ഈത്തപ്പഴമെങ്കിലും ഒരു 10 എണ്ണം കഴിക്കാൻ അവരോട് പറയണേ. ഒന്നും കഴിച്ചില്ലെങ്കിൽ സാരമില്ല, ഒരു 10 ഈത്തപ്പഴം തിന്നാ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതെങ്കിലും ചെയ്യാൻ അവരോട് പറയണം. ഉപേക്ഷിക്കരുതെന്ന് പറയണം.
പ്രഭാതത്തിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇഷ്ടം ഈത്തപ്പഴവും ഏത്തപ്പഴവും അത്തിപ്പഴവും ഒക്കെയാണ്. പഴങ്ങളോട് ശരീരത്തിന് താല്പര്യമാണ്. അപ്പൊ രാവിലെയാണ് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയം ഭക്ഷണത്തിന്റെ ഫത്തൂർ. എന്റെ പേര് ഫത്തൂർ. പിന്നെ ഏതാ? പിന്നൊരു സമയം അശ. പിന്നെ ശരീരത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ലാത്ത സമയം ഏതാണ്? അശ. അതായത് മഗ്രിബ് നിസ്കരിച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്നർത്ഥം. മഗ്രിബ് നിസ്കരിച്ചിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക. എന്നാൽ ഉറങ്ങുന്നതിനൊരു 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ച ആരോഗ്യവാന്മാരായി നമ്മൾ തീരും. നമ്മുടെ ഒരു നിർഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളിൽ പലരും മനസ്സിലാക്കിയത് രാത്രിക്കത്തെ ഭക്ഷണം ഉറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് കഴിക്കേണ്ട വസ്തുവാണെന്നാ. എന്റെ സഹോദരിമാരെ, ദയവ് ചെയ്ത് കുട്ടികളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. മഗ്രിബ് വാങ്ങുകൊടുത്ത് നിസ്കരിച്ച ഉടനെ വീട്ടിലെ കുട്ടികൾക്കെങ്കിലും സലാമത്താവാനുള്ള വഴി എന്റെ ഈ ഉമ്മമാര് ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 മണിക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി നമ്മുടെ നാടുകളിൽ വരണം. 9 മണിക്ക് ശേഷം ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നവർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഡോക്ടർമാരുടെ ഒരു ഭാഗ്യം നോക്കി നിങ്ങൾ ഉള്ളതുകൊണ്ട്. അല്ല, ഓരോ കുടുംബവും ജീവിച്ചു പോണ്ടേ ഡോക്ടർമാരുടെ കുടുംബം. ഡോക്ടർമാരെല്ലാം ഇനി ബിസ്ക്കറ്റ് സ്വർണത്തിന്റെ ആറ്റം വാങ്ങേണ്ടി വരും. അത്രയും പൈസ ഉണ്ട് ഡോക്ടർമാരെല്ലാം കയ്യിൽ. എന്ത് ഫീസാണ്? 350. ഇവിടെയൊക്കെ എത്ര ഫീസ് എന്നല്ല. ഞങ്ങളാ ഭാഗത്തൊക്കെ 350, 300. ഇവിടെ എത്ര ഫീസ്? 100 ആണോ? 100ഉണ്ടോ? 50? 200. എന്താ ഫീസ്? 100 ആള് 100 ടോക്കൺ എന്ന് പറഞ്ഞാൽ എത്ര രൂപ? ഇത് എന്തപ്പോ കാട്ടുക? സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ഒന്നും വരും, സ്വർണത്തിന്റെ മീൻ വാങ്ങി കറി വെക്കേണ്ടി വരും. പൈസ എങ്ങനെ തീരും എന്ന് ആലോചിച്ച് നോക്കി. ഇയാൾക്ക് എത്ര ഭക്ഷണം കഴിക്കാൻ പറ്റുക? 1 മിനിറ്റ് ഇങ്ങനെ വെറുതെ എത്തി നോക്കിയാൽ 250 രൂപ. കഴിച്ചതന്നെ കഴിച്ചോ, അത്ര തന്നെ കഴിച്ചതന്നെ കഴിച്ചോ, ഫിനിഷ്. 400 ഉള്ളവരുണ്ട്, 500 ഉള്ളവരുണ്ട്. നിങ്ങളെ 250 ഭാഗ്യമാണ്. നല്ല ഡോക്ടർമാർ. അൽഹംദുലില്ലാഹ്. എനിക്ക് കാഞ്ഞങ്ങാട്ട ഡോക്ടർമാരോട് സ്നേഹമായി. 250 അല്ല വാങ്ങുന്നുള്ളൂ. അല്ല, കാസർഗോഡ് നിങ്ങളെ ഈ ഭാഗത്തെ ഡോക്ടർമാരോട് സ്നേഹമായി. 350, 400, 500 ഒക്കെയാ വാങ്ങുന്നു. ഒന്ന് എത്തി നോക്കിയാ പൈസയാണ്. സാരമില്ല, അവര് പഠിച്ചധ്വാനിച്ചാൽ അവര് പൈസ. നിങ്ങളോട് ആരാ രോഗികളാവാൻ പറഞ്ഞു? 5000 ആണെന്ന് എന്റെ അഭിപ്രായം. എന്നിട്ടെങ്കിലും സൂക്കേട് വരാത്ത വഴി നോക്കണം. 5000 രൂപ വാങ്ങട്ടെ ഫീസ്. എന്നാലും നിങ്ങൾ സൂക്കേട് ഉണ്ടാക്കുന്ന വഴിന്ന് വിട്ടുവെക്കും തോന്നില്ല. അപ്പോ തിന്നേണ്ട സമയത്തെ പഠിക്കണം. 2 സമയങ്ങൾ പ്രധാനമാണ്. രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കരുത്. അത് വാർദ്ധക്യത്തെ വലിച്ചു കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂൽ. ചില ആളുകൾ തടി കൂടുമെന്ന് പേടിച്ചിട്ട് രാത്രി ഭക്ഷണം കഴിക്കൂല. പാടില്ല. തടി കൂടുന്ന് പേടിച്ചിട്ടൊക്കെ രാത്രി ഭക്ഷണത്തെ തീരെ ഉപേക്ഷിച്ചവരുടെ പാടില്ല. രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നതുപോലെ പ്രഭാത ഭക്ഷണത്തെയും. ഉച്ചക്ക് വിശപ്പുണ്ടെങ്കിൽ, കാരണം വിശപ്പ് സഹിച്ച് നിൽക്കാൻ പാടില്ല, അത് ശരീരത്തിനെതിരാ. വിശന്ന് നിൽക്കരുത്, ശരീരത്തിനെതിരാണ്. ഒരാൾക്ക് രാവിലെ നാസ്ത കഴിച്ചു, ഉച്ചക്ക് വിശക്കാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷെ വയറ് നിറയാതെ നോക്കിയാൽ മതി. വയറ് നിറയാതെ നോക്കിയാൽ മതി. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണെന്ന് മുഹമ്മദുർ റസൂൽ. ഈ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ശീലം നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നറിയോ? ഭക്ഷണം ചവക്കാത്തോണ്ടാ. ഭക്ഷണം ശരിയായ രൂപത്തിൽ ചവച്ച് തുടങ്ങിയ ഒരാൾക്ക് പിന്നെ വയറ് നിറയെ ഭക്ഷണം വേണ്ടി വരൂല. അതിന് വേറെ മരുന്നൊന്നുമില്ല. ഭക്ഷണം കഴിക്കാനിരുന്നാൽ പിന്നെ നിറഞ്ഞിട്ടല്ലാതെ എണീക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഭക്ഷണം ചവക്കൽ നമ്മൾ കുറവാ. പൊണ്ണത്തടി വരുന്നതും ശരീരത്തിൽ കഫം നിറയുന്നതും ശരീരം ചീർത്ത് വരുന്നതും ശരീരത്തിൽ നീരുകൾ ഉണ്ടാകുന്നതും ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലമില്ലാത്തത് കൊണ്ടാണ്. ഭക്ഷണത്തെ നന്നായി ചവച്ചരച്ച് കഴിക്കണേ. ഭക്ഷണത്തെ നീ വെള്ളം ഇറക്കുന്നത് പോലെ ഇറക്കണമെന്ന് മുഹമ്മദുർ റസൂൽ. എന്ന് വെച്ചാൽ നന്നായി ചവച്ചരച്ച് മെതിയുകയും അത് ജ്യൂസ് പോലെയാവുകയും വേണം. വെള്ളം ഇറക്കാൻ നിനക്ക് എത്ര സിമ്പിളാണോ അതുപോലെയാണ് നീ ഭക്ഷണത്തെയും ഇറക്കേണ്ടത്. ഭക്ഷണത്തെ നീ വെള്ളം പോലെ ഇറക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം എത്ര മഹത്തരമാണത്, എത്ര അർത്ഥപൂർണമാണത്, എത്ര ശാസ്ത്രീയമാണത്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് ഒരു യൂറോപ്യൻ സയൻസിന്റെയോ ഒരു ഭാരതീയ സയൻസിന്റെയോ ആവശ്യമില്ലെന്ന് പറയുന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ സയൻസ് സുന്നത്തുർ റസൂൽ.
ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് സുന്നത്തുർ റസൂൽ, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സുന്നത്തുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക സമൂഹം മറ്റേതെങ്കിലും സയൻസിനെ സ്വീകരിച്ചാൽ അവർ പരാജിതരാകും, അവര് മങ്ങിപ്പോകും, അവര് നിഷ്പ്രഭരാകും, അവര് പരാജിതരാകും. അറിയോ, അഫ്ഗാൻ മുജാഹിദുകൾ റഷ്യൻ ചെമ്പടയെ തോറ്റ്, റഷ്യൻ ചെമ്പട ലോകശക്തിയായിരുന്ന റഷ്യൻ ചെമ്പട അഫ്ഗാൻ മുജാഹിദുകൾക്ക് മുമ്പിൽ ആയുധമില്ലാതെ യുദ്ധം ചെയ്ത, തോക്കില്ലാതെ വാളില്ലാതെ പീരങ്കിയില്ലാതെ യുദ്ധം ചെയ്ത അഫ്ഗാൻ മുജാഹിദുകൾക്ക് മുമ്പിൽ അന്നത്തെ ലോക രാജാക്കന്മാരായ റഷ്യൻ പട്ടാളക്കാര് റഷ്യൻ ചെമ്പട തോറ്റുപോയത് ഒരു സുന്നത്ത് കാരണമാണെന്ന് തിരിച്ചറിയാൻ ഈ സമുദായത്തിലെ ചെറുപ്പക്കാര് കണ്ണു തുറക്കണം. അറാഖ് ഉപയോഗിച്ച് പല്ല് തേച്ചോണ്ട 5 നേരം സുന്നത്തുകളോട് മുഖം തിരിഞ്ഞ് നടക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. അറാഖ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് നമ്മളിൽ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ ശീലം പഠിപ്പിച്ചോ? റഷ്യയിലെ ഇമാം ബുഖാരി ലൈബ്രറിയിൽ ഈ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ചരിത്രം? അന്ന് ലോക രാജാക്കന്മാരായിരുന്ന, ലോകത്തെ മുഴുവൻ രാജാക്കന്മാരും ഭയന്നിരുന്ന, മുഴുവൻ രാഷ്ട്രത്തലവന്മാരും ഭയന്നിരുന്ന റഷ്യൻ ചെമ്പട തോറ്റുപാഞ്ഞത് അഫ്ഗാൻ മുജാഹിദുകൾക്ക് മുന്നിലാ. അതിന്റെ കാരണം എഴുതി വെച്ചു ഇമാം ബുഖാരി ലൈബ്രറിയിൽ. 5 നേരവും അറാഖ് ഉപയോഗിച്ച് പട്ടാളക്കാര് പല്ല് തേക്കണമെന്ന് പട്ടാളത്തലവൻ നിർബന്ധിച്ചിരുന്നു. അറിയാവോ നിങ്ങൾക്ക്? സുന്നത്തുകൾ അതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സയൻസ്, അതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ. പുതിയ കാലത്തുള്ള രോഗത്തെ എന്താ ഡോക്ടർമാർ വിളിക്കുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ്. കേട്ടില്ലേ? ജീവിതശൈലി രോഗമെന്നാണ് പുതിയ കാലത്തെ രോഗത്തെ വിളിക്കുന്നത്. ജീവിതശൈലി രോഗമെന്നാണ് പുതിയ കാലത്തെ രോഗങ്ങളെ ഡോക്ടേഴ്സ് വിളിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഹാർട്ട് ഡിസീസ് ആയാലും, ഹൃദ്രോഗമായാലും, പ്രമേഹമായാലും, കരള് രോഗമായാലും, കിഡ്നി രോഗമായാലും, അസ്ഥി തേയ്മാന രോഗമായാലും, പുതിയ കാലത്ത് വന്ന സർവ്വരോഗങ്ങളും ഏത് രോഗമാ? ജീവിതശൈലി രോഗമാണ്. ഏറ്റവും മനോഹരമായ ജീവിതശൈലി മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇത് പറയുക എന്നല്ലാതെ ഈ മനോഹരമായ ജീവിത ഭാഗ്യം നമുക്കുണ്ടാവണ്ടേ? ഗൾഫ് രാജ്യവുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാണ് നമ്മൾ. എന്തെല്ലാം മനോഹരമായ വസ്തുക്കൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരും നമ്മൾ. അറാഖ് കൊണ്ടുവരുമോ നിങ്ങൾ? ഈത്തപ്പഴം കൊണ്ടുവരുമോ നിങ്ങൾ? ഒലീവ് ഓയിൽ കൊണ്ടുവരുമോ നിങ്ങൾ? നിഡോ കൊണ്ടുവരും, എല്ലിന് കേടുണ്ടാക്കുന്ന നിഡോ, ശ്വാസകോശത്തിന് തകരാറുണ്ടാക്കുന്ന ടാങ്ക്, വെള്ളം കലക്കുന്ന സാധനത്തിൽ ഇവിടെ ഇല്ലേ? ഗൾഫുകാരൻ കാര്യമായിട്ട് കൊണ്ടുവരുന്ന 2 മണ്ടത്തരങ്ങളായത്, നിഡോയും ടാങ്കും. പിന്നെ ഒരു 4-5 കിലോ മുട്ടായി മനുഷ്യന്മാരെ തടികേടാക്കുന്നത്. ഇത്ര അമൂല്യമായ വസ്തുക്കൾ അവിടെ കണ്ടിട്ട് ഒന്നെന്റെ കുട്ടികൾ നന്നാവട്ടെ, ഇത് വാങ്ങുവോ? വാങ്ങൂല. വല്ലാത്ത അബദ്ധമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ സാധ്യമാകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളോട് ചേർന്ന് നടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.